ഹായ് ഫ്രണ്ട്സ്, ഇനി വരാൻ പോകുന്നത് പെസഹ വ്യാഴാഴ്ചയാണ്. അപ്പോൾ അന്നെല്ലാവരും അപ്പവും പാലും ഉണ്ടാക്കുമല്ലോ. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പം ഞാനിവിടെ കുറച്ച് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്ന് നല്ലതുപോലെ കഴുകി ഉണക്കിയെടുത്തതാണ്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒന്ന് ചൂടായതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് വേണേ വറക്കാനായിട്ട്. നിറം അങ്ങോട്ട് ഒത്തിരി മാറിപ്പോവണ്ട. പിന്നെ ചിലവർ ഇത് വറക്കാതെയും ഉണ്ടാക്കുവേ. വറുത്തിട്ടുണ്ടാക്കുന്നതാണ് ഇത്രയും കൂടെ നല്ലത്. ഒരു മുറുക്കം കിട്ടും. മറ്റതിന് അധികം മുറുക്കം കിട്ടില്ല. അപ്പം ഞാൻ തീയും കൂടെ ഓഫാക്കിയേ. ഇനി ആ ചൂടിൽ തന്നെ കിടന്ന് മുരിയട്ടെ. ഒത്തിരി അങ്ങോട്ട് നിറം മാറിപ്പോവണ്ട. ഇനി ഞാനിവിടെ ഏലക്കായും ഒരൽപ്പം ജീരകം, ഒരു കുഞ്ഞു കഷ്ണം ചുക്ക്, അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 3 സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ്, അപ്പത്തിന് വറുത്ത പൊടിയാണ്, ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടാമത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാലാണ്. ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊഴിച്ചൊന്ന് കലക്കിയെടുക്കണേ. വെറുതെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കട്ടകളുണ്ടാവും. അപ്പോൾ ആദ്യമേ കുറേശ്ശെ പാലൊഴിച്ചൊന്ന് കലക്കിയെടുക്കാം. ഞാനിത്തിരി വെള്ളം നീട്ടിയാണ് എടുത്തിരിക്കണേ. ഈ രണ്ടാമത്തെ പാല് നല്ലപോലെ ഇളക്കണേ. ഒട്ടും ഈ കട്ടയില്ലാതെ. കുറേശ്ശെ ഒഴിച്ചിട്ട് വേണേ കലക്കാനായിട്ട്. നല്ലപോലെ ഇളക്കിയിട്ട് വേണം അടുപ്പത്തേക്ക് വെക്കാൻ. അതുപോലെ തന്നെ അടുപ്പത്തിരിക്കുമ്പോൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കട്ടയാവും. അതുകൊണ്ടാണ് കൈ എടുക്കാതെ ഇളക്കണം എന്ന് പറഞ്ഞത്. ഒന്ന് തിള വന്നു കഴിയുമ്പോഴത്തേനും തീ കുറച്ച് വെക്കണേ. ഇതിപ്പോൾ കുറുകിയൊക്കെ വരുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഒരു 300 ഗ്രാം ശർക്കരയാണ് ഞാൻ ഉരുക്കി വെച്ചിരുന്നത്. അപ്പോൾ അതിലൊരു 3/4 പാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളം ഒഴിക്കാതെയാണ് ഉരുക്കിയെടുത്തത്. എന്നാന്ന് വെച്ചാൽ ഈ തേങ്ങയുടെ പാല് ഉണ്ടല്ലോ, അതുകൊണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കണം. മധുരം പോരെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നേരിയ മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടാലാണ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഒത്തിരി അങ്ങോട്ട് കുറുകി വരണ്ട. എന്താണെന്ന് വെച്ചാൽ ഇത് ഇരിക്കുമ്പോൾ കുറുകും. ഇനി ഇതിലേക്ക് ചുക്കും ഏലക്കായും ജീരകവും ചതച്ചെടുത്തതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഇത് ഈ കുരുത്തോല പെരുന്നാളെന്ന് പറഞ്ഞ ഒരു പെരുന്നാളുണ്ടല്ലോ, അന്നേരമാണ് പള്ളിയിൽ നിന്നൊക്കെ കുരുത്തോല കിട്ടും. അവരിതിൽ ഈ കുരുത്തോലയൊക്കെ കുരിശ് ഉണ്ടാക്കി ഇടാറുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതേ ആദ്യത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പതുക്കെ ഒന്ന് ചൂടായാൽ മതി. തിളയൊന്നും വരണ്ട. തീ ഓഫാക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിൽ വേറെ ഒന്നും ഒഴിക്കുകയൊന്നുമില്ല. നെയ്യൊന്നും ഒഴിക്കില്ല. തേങ്ങയൊന്നും വറുത്തൊന്നും ഇടില്ല. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന അരിയുടെ അനുസരിച്ചിട്ട് വേണേ ഉഴുന്നെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഈ ഉഴുന്ന് എടുത്ത പാത്രത്തിൽ 2 പാത്രം അരിയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഒരു 3/4 പാത്രം ഉഴുന്നാണ് വറുത്തെടുത്തേക്കണത്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല തരിതരിപ്പോട് കൂടി വേണേ. ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോവണ്ട. ഒരു തരിതരിപ്പോട് കൂടി വേണം ഇത് പൊടിച്ചെടുക്കാൻ. ഇനി ഈ ഉഴുന്ന് വറുത്തത് നമുക്ക് മാറ്റി വെക്കാം. അപ്പം ഞാനിവിടെ 2 കപ്പ് പച്ചരി, ഉണക്കലരിയാണ് ഇത്. പച്ചരിയിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കണേ ഉണക്കലരിയാണ്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് വേണേ.
ഈ അരി കഴുകി വാരി വെച്ചിട്ടില്ലായിരുന്നല്ലോ, ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ചിട്ട് കുറച്ച് ഒഴിച്ച് അരച്ച് നോക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി വെള്ളം ആവശ്യമില്ല. നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളമില്ല, ഇതുപോലെ ഇരിക്കണം. അപ്പോൾ പൊടിയും കൂടി ഇടുമ്പം നല്ലപോലെ കുറുകിയിരിക്കുവേ. അടുത്തതും നമുക്ക് ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എടുത്ത കപ്പിന് 2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കണേ, അതും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 4-5 വെളുത്തുള്ളിയും ഒരല്പം ജീരകവും കൂടെ ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഇതേ വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ജീരകവും കൂടെ, അതും കൂടെ ഇട്ട് ഒത്തിരി അങ്ങോട്ട് വെണ്ണ പോലെ അരക്കണ്ട, ഒരു തരിതരിപ്പോട് കൂടി അരച്ചെടുത്താൽ മതി. ഇതിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കാം, കുറച്ചൊഴിച്ചാൽ മതി. നല്ലപോലെ അരച്ചെടുക്കാം. നല്ല പോലെയല്ല, തരിതരിപ്പോട് കൂടി. കണ്ട, ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇത് നമുക്ക് ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരിയുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ കലക്കിയെടുക്കണേ. കട്ടയൊന്നുമില്ലാതെ വേണം കലക്കിയെടുക്കാൻ. അപ്പോൾ ഈ ഉഴുന്ന് വറുത്ത് വെച്ചിരിക്കുന്നത് ഇടുമ്പം കട്ട പിടിക്കുവേ, അതനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കുറേശ്ശെ ഇട്ടാണ് ഞാനിവിടെ കലക്കിയെടുക്കണേ. അപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഉപ്പിട്ടാലാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് പതുക്കെ ഇളക്കിയെടുക്കണം. ഈ പൊടിച്ചു വച്ചിരിക്കുന്ന ഉഴുന്നും കൂടെ ഇട്ട്, അത് കുറേശ്ശെ മതിയേ, അല്ലെങ്കിൽ ഉഴുന്ന് പെട്ടെന്ന് അങ്ങോട്ട് കട്ടയാകും. പതുക്കെ ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോഴത്തേനും ആ ലൂസൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഈ അരി അരച്ച് വെച്ചിരിക്കുന്ന അരിയും തേങ്ങയും അരച്ച് വെച്ച്, ഒത്തിരി അങ്ങോട്ട് ലൂസും വേണ്ട, ഒത്തിരി അങ്ങോട്ട് കട്ടയും ആവരുത്. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി ഇതേ ഒരു കേക്കിൻ്റെ ടിന്നാണേ. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം. എന്നിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിയിലൊന്നും പിടിക്കില്ല. വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു കഷ്ണം വാഴയില വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വാഴയിലയൊന്നും വെക്കുന്നില്ല, ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുവാണേ. ഇതിൻ്റെ ഒരു അരഭാഗം ഒഴിക്കണ്ട. പതുക്കെ ഒഴിച്ചു കൊടുക്കണേ. കണ്ടോ, ഇത്രയ്ക്ക് കട്ടിയും വേണം. കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുറിച്ചെടുക്കുമ്പം നല്ല നീളത്തിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇത്തിരി കട്ടിയുണ്ടെങ്കിലേ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കണേ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കുരുത്തോല കൊണ്ട് കുരിശൊക്കെ ഉണ്ടാക്കി വെക്കുവേ. നമ്മളിപ്പോൾ അതൊന്നും വെക്കുന്നില്ല. ഇനി ഇത് ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ല പോലെ തിളച്ചിട്ട് വേണേ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഒരു 10-15 മിനിറ്റ് ഒന്നിരുന്ന് ആവിയിൽ വേവട്ടെ. അപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇതേ സൈഡൊക്കെ വിട്ട് വരുന്നത് കണ്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് ചൂടാറട്ടെ. ചൂടാറിയിട്ടേ എടുക്കാവുള്ളൂ, കുത്തിയെടുക്കാവുള്ളൂ. അപ്പോൾ അടുത്തതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ദേ അപ്പവും പാലും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.